നടി ലക്ഷ്മി മേനോൻ നമുക്കറിയാം കുറച്ചധികം മലയാള ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പരിചിതയായ ഒരു നടിയാണ്. അവരിപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അത് കൊച്ചിയിലെ IT ജീവനക്കാരനെ നമ്മളൊക്കെ ഞെട്ടണം. കാരണം ഈ നടിമാരുടെയൊക്കെ രാത്രിയായാലുള്ള തനി സ്വരൂപങ്ങൾ പുറത്തു വരികയാണ്. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ലക്ഷ്മി മേനോനെ പോലീസ് തിരയുന്നത്. ഇവർ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടിക്കൊപ്പം മിഥുൻ, അനീഷ് എന്നിവരും മറ്റൊരു പെൺസുഹൃത്തും ഉണ്ടായിരുന്നു. കാറിലുണ്ടായിരുന്നത് പോലീസ് അത്തരത്തിൽ FIRൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഥുനെയും അനീഷിനെയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലക്ഷ്മി മേനോനെയും പോലീസ് ചോദ്യം ചെയ്യും എന്നാണ് വിവരം. ഞായറാഴ്ച കൊച്ചിയിലെ ബാനർജി റോഡിലുള്ള ബാറിൽ തുടങ്ങിയ തർക്കവും കയ്യാങ്കളിയും പിന്നീട് റോഡിലേക്ക് നീങ്ങുകയായിരുന്നു. ദൃശ്യങ്ങളിൽ ലക്ഷ്മി മേനോനെ അടക്കം കാണാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി മേനോനെയും ഈ കേസിൽ പ്രതി ചേർത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ബാറിലാണ് തർക്കം ആരംഭിച്ചത്. പിന്നീട് ഈ തർക്കം അത് വലിയ തോതിൽ വർദ്ധിക്കുകയും പിന്നീട് റോഡിലേക്ക് എത്തുകയും അവിടെയും ബഹളവും മറ്റും നടക്കുന്ന പശ്ചാത്തലമൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഈ സംഭവത്തിന് വലിയ ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചു. ആജ്ഞ, ഇപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ്? അതിനുശേഷം തട്ടിക്കൊണ്ടുപോകലിലേക്കൊക്കെ എത്തിയത് ഏത് പശ്ചാത്തലത്തിലാണ്? രഞ്ജിത്ത്, കൊച്ചിയിലെ ബാനർജി റോഡിലുണ്ടായ ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ്, ഇവരും തമ്മിലുണ്ടായ തർക്കമാണ് ഇങ്ങനെ നോർത്ത് പാലത്തിന് മുകളിൽ വെച്ചിട്ട് ഈ കാർ തടയുകയും, അതായത് പരാതിക്കാരനായ IT ഉദ്യോഗസ്ഥൻ്റെ കാർ തടയുകയും അയാളെ മർദ്ദിച്ച് മറ്റൊരു കാറിൽ വലിച്ചിടിച്ച് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ലക്ഷ്മി മേനോൻ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവർ ആ കാർ തടഞ്ഞ് അതിന് മുൻപുണ്ടാക്കുന്ന ബഹളമൊക്കെ നമുക്ക് കാണാം. എന്തായാലും മലയാളത്തിലെ തന്നെ അവതാരം എന്ന സിനിമയിലൂടെ പ്രശസ്തിയാർജിച്ച നടിയാണ്. അതുപോലെ കുംകി, വേതാളം തുടങ്ങിയ സിനിമകളിലൊക്കെ കൂടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് അത്യാവശ്യം സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു നടി കൂടിയാണ് ലക്ഷ്മി മേനോൻ. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയ, അതായത് സാമൂഹ്യ മര്യാദയ്ക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് എന്നാണ്. യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി മറ്റൊരു കാറിൽ തട്ടിക്കൊണ്ടു പോകുന്ന രംഗം ഈ കഴിഞ്ഞ ആഗസ്റ്റ് 24 വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ 3 പേർക്കെതിരെ, അനീഷ്, മിഥുൻ, അതുപോലെ സോനമോൾ, ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ലേഡിയാണ് സോനമോൾ, ഇവർക്ക് 3 പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ലക്ഷ്മി മേനോൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുമുണ്ട് പോലീസ്. പക്ഷേ അവരിപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ഇതിലുണ്ടായിരുന്ന യുവതി സോനമോൾ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റേ എതിർ ഭാഗത്തുള്ള ഒരാൾക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ലക്ഷ്മി മേനോനും പ്രതിയാണ്. ലക്ഷ്മി മേനോനും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കം അത് പിന്നീട് റോഡിലേക്ക് ആ തർക്കം നീളുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതിക്കാരനായ IT ജീവനക്കാരൻ്റെ വാഹനം പിന്തുടർന്നെത്തി അത് തടഞ്ഞു നിർത്തി അവരെ മർദ്ദിച്ച് അയാളെ മറ്റൊരു കാറിൽ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രഞ്ജിത്ത്, ഇതിപ്പോൾ ഈ ലക്ഷ്മി മേനോൻ മറ്റു 2 പേർ ഒപ്പമുണ്ടായത് 2 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ലക്ഷ്മി മേനോൻ ഒളിവിലാണ് എന്ന് തന്നെയാണോ? ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണോ ഇപ്പോൾ പോലീസ് നടത്തുന്നത്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, അനീഷ്, മിഥുൻ എന്നിവർ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡിയിലാണ്, നോർത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. മറ്റൊരു പ്രതി കൂടിയുള്ളത് സോനമോൾ എന്ന് പറയുന്ന അവർക്കൊപ്പം ഉണ്ടായിരുന്ന ലേഡിയാണ്. ഈ ലക്ഷ്മി മേനോനെയും FIRൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനനുസരിച്ചിട്ട് അതായത് ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം അതായത് ഈ FIR രജിസ്റ്റർ ചെയ്ത ശേഷം അവർ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അവരെ അന്വേഷണ സംഘം തിരയുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ കസ്റ്റഡി എടുക്കാനുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്നിരുന്നാൽ പോലും നിലവിൽ അവർ ഒളിവിലാണ്. കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസിൽ പ്രതിയാണെന്ന് മനസ്സിലാക്കി അവർ നിയമോപദേശം തേടിയതനുസരിച്ച് ഒളിവിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.
രഞ്ജിത്ത്. ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം ഈ ബാറിൽ തുടങ്ങിയ തർക്കമാണല്ലോ ആജ്ഞ. അതിനുശേഷം അത് റോഡിലേക്കൊക്കെ വ്യാപിക്കുന്നു. സ്ഥിരമായി ഈ ബാറിലെ സന്ദർശകരാണോ ഇവർ? ഈ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ളവരാണോ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്? ഈ IT കാരനെ തട്ടിക്കൊണ്ടുപോയ കേസ് അതിനുശേഷം അതിൻ്റെ ഒരു പരിണിതഫലമൊക്കെ എന്തായിരുന്നു? അയാളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും IT ജീവനക്കാരന്റെ മുഖത്തും ശരീരത്തും ഒക്കെ മർദ്ദിച്ച ശേഷമാണ് അയാളെ വലിച്ചിഴിച്ചു കൊണ്ടുപോയതെന്നാണ് അയാൾ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. പക്ഷേ എന്നിരുന്നാൽ പോലും രഞ്ജിത്ത് പറയുന്നത് പോലെ ഇതുവരെ അറിയപ്പെടുന്ന ഒരു നടി എന്നുള്ള നിലയിൽ ലക്ഷ്മി മേനോന് കൂടുതൽ ഇത്തരം കേസുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ പുറത്തു വരാത്തതാണോ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു സാഹചര്യം ഉള്ളതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച ബാനർജി റോഡിലുണ്ടായ ബാറിൽ നിന്നുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലേക്ക് മാറിയത്, ഈ വലിയ ഒരു ഇഷ്യൂയിലേക്ക് മാറിയത്. അത് ബാറിലുണ്ടായ തർക്കം, ഈ ഇരു സംഘങ്ങളും തമ്മിലുണ്ടായ തർക്കം, അത് പിന്നീട് റോഡിലേക്ക് അവരുടെ വാഹനം തടഞ്ഞു നിർത്തി, അതായത് നോർത്ത് പാലത്തിന് മുകളിലെത്തി അവരുടെ വാഹനം തടഞ്ഞു നിർത്തുകയും അതിനു മുന്നിലുണ്ടായ കസരത്തൊക്കെ ലക്ഷ്മി മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്ന കസരത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇയാളെ മുഖത്തും ദേഹത്തും ഒക്കെ മർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മർദ്ദിച്ച ശേഷം ഇയാളെ വലിച്ചിഴിച്ച് കാലിൽ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രഞ്ജിത്ത്, നമുക്ക് ആ ദൃശ്യങ്ങൾ ആജ്ഞ തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. ഈ ദൃശ്യങ്ങളാണ് പോലീസിന് പ്രതികളെ കണ്ടെത്താൻ സഹായകമായത്. നടി ലക്ഷ്മി മേനോൻ നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ അവതാരം പോലെയുള്ള സിനിമകളിൽ ദിലീപിൻ്റെയും മറ്റും നായികയായിരുന്ന ലക്ഷ്മി മേനോൻ മറ്റ് നിരവധി മലയാള സിനിമകളിൽ സാന്നിധ്യമുണ്ട്. അവർ തമിഴിലും അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. അവരുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്നുകൂടി പോകണം. ആ ദൃശ്യങ്ങളിലേക്ക് ആ സംഘത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ടുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അവരുടെ പേര് മിഥുനും അനീഷും. അവരുടെ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ, അവരും ദൃശ്യങ്ങൾ ലക്ഷ്മിക്കൊപ്പം മറ്റൊരു സ്ത്രീയെ കൂടെ കാണാം. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടോ? അവരെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇവർ തമ്മിൽ നേരത്തെ സുഹൃത്തുക്കളായിരുന്നോ? എന്ത് തർക്കമാണ് അവിടെ സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്? ഈ മൂന്നുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം സോന മോൾ എന്നാണ് അവരുടെ പേര്. അവർ നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ IT ഉദ്യോഗസ്ഥൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കെതിരെയും കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മിഥുൻ അനീഷ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. സോനമോൾ പോലീസ് കസ്റ്റഡിയിലല്ല ഉള്ളത്, പക്ഷേ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ലക്ഷ്മി മേനോനെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത്. അവരെ ഒളിവിലാണ്. ഈ കേസിൽ FIR ഇട്ടതിനനുസരിച്ചിട്ട് അവർ പ്രതിയാണ്, കേസിലെ പ്രതിയാണ്. അതേസമയം അവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലും അവരെ കണ്ടെത്താനുള്ള നീക്കത്തിലുമാണ് പോലീസ്. നോർത്ത് പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങളാണ് പ്രതികൾ ആരൊക്കെ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എന്നുള്ള ഇതിൽ കൂടുതൽ വ്യക്തത വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതനുസരിച്ച് തന്നെയാണ് ഈ 4 പേരെ പ്രതി ചേർത്ത് തന്നെയാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളതും. ലക്ഷ്മി മേനോൻ പ്രതിയുമാണ്. അതേസമയം ലക്ഷ്മി മേനോൻ അതായത് ഓഗസ്റ്റ് 24-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബാനർജി റോഡിൽ വെച്ചിട്ട് ഉണ്ടായ ബാറിൽ നിന്നും ഉണ്ടായ തർക്കം റോഡിലേക്ക് നീണ്ടതാണ്. അതിൽ റോഡിലെത്തിയപ്പോൾ ഈ വാഹനം തടഞ്ഞു നിർത്തി മറ്റേ IT ഉദ്യോഗസ്ഥനെ അതിൽ അവരുടെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്ന കേസാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ 2 സംഘങ്ങൾ തമ്മിൽ ബാറിൽ വെച്ച് തുടങ്ങിയ തർക്കമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിനുശേഷം ഈ ദൃശ്യങ്ങളാണ് അതായത് ഈ IT ജീവനക്കാരനൊപ്പം ഉണ്ടായിരുന്ന യുവാക്കൾ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അവർ സമർപ്പിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
മാത്രമല്ല CCTV ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷമാണ് ഈ വിഷ്വൽസ് കിട്ടിയതും. ഇത് ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന നടിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ള ഒരു വ്യക്തത വന്നതും അതിന് ശേഷമാണ്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ലക്ഷ്മി മേനോൻ ഒളിവിലാണ്. ചിലപ്പോൾ മുൻകൂർ ജാമ്യം തേടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വേണം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നോട്ട് പോകാൻ. എന്തായാലും ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നടി ലക്ഷ്മി മേനോനെ പോലീസ് തിരയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഇവർ ഇപ്പോൾ ഒളിവിലാണ്. പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അത് അത്തരത്തിൽ പുരോഗമിക്കുകയുമാണ്. പോലീസ് ഇവർ ഒളിവിലാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. കാറിലുണ്ടായിരുന്ന ഈ തർക്കത്തിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരെക്കുറിച്ചുള്ള വിവരവും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റു വാർത്ത